ഹലോ എവരി വൺ. 10th മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസിന്റെ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ആ സീക്വൻസിലെ ഏത് ടേമും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഒരു സീക്വൻസ് ആണല്ലോ 1 3 5 ഇങ്ങനെ എനിക്കൊരു സീക്വൻസ് എഴുതാലോ. 1 3 5 7 ഓഡ് നമ്പർ ആണല്ലോ. ഇതിങ്ങനെ പോയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 115th ടേം 115ാമത് വരുന്നത് ഏത് നമ്പർ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഈ എഴുതി നോക്കാണ്ട് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നോർമൽ കേസിൽ പറ്റില്ലല്ലോ. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഈസി ആയിട്ട് എങ്ങനെ 115ാമത്തെ ടേം കണ്ടുപിടിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ഏത് ടൈമിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന്, ഒരു സീക്വൻസിലെ ഏതൊരു ടേം, ഏതെങ്കിലും ഒരു ടേം മതി നമുക്ക്. അതിലെ ഇപ്പൊ 1 3 5 7 എനി ടേം. ഓക്കെ, എനി ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതി വെക്കേണ്ട കാര്യം അതാണ് കേട്ടോ. ഒരു സീക്വൻസിലെ ഏത് ടേമും കാണാൻ, ടേം എന്ന് പറയുന്നത് ഇതിനെയാട്ടോ, നമ്മൾ സീക്വൻസിൽ ഈ കോമയിട്ട് എഴുതുന്നതിനെയാണ് ടേം എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയില്ലെങ്കിൽ അത് എഴുതി വെച്ചോളാം. സീക്വൻസിൽ നമ്മൾ കോമയിട്ട് എഴുതുന്നതിനെയാണ് ടേം എന്ന് പറയുന്നത്. ഒരു സീക്വൻസിലെ ഏത് ടേം കാണാനും, ഒരു സീക്വൻസിലെ എനി ടേം, ഒരു സീക്വൻസിൽ എനി ടേം നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? എനി ടേം ഫൈൻഡ് ചെയ്യാൻ നമുക്ക് രണ്ട് സാധനങ്ങൾ മതി. ഓക്കെ, എന്തൊക്കെ വേണം? ഫസ്റ്റ്, ആ സീക്വൻസിലെ ഒരു ടേം. ഓക്കെ, ആ സീക്വൻസിലെ ഒരു ടേം നമുക്ക് വേണം, പ്ലസ് കോമൺ ഡിഫറൻസും വേണം. ആ സീക്വൻസിലെ ഒരു ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ആ സീക്വൻസിലുള്ള ഏത് ടേമിനെയും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി മുന്നോട്ട് പറയുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 10th ടേം നമുക്ക് കാണണം. 10th ടേം നമുക്ക് കാണണം. നമ്മുടെ കൈവശം ഉള്ളത് ഫസ്റ്റ് ടേം നമുക്ക് അറിയാമെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ടേം അറിയാമെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പോ ഇതാണ് ഫസ്റ്റ് ടൈം. ഞാൻ വട്ടം വരച്ച് കാണിക്കാം കേട്ടോ, കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം ഇങ്ങനെ പോവാണല്ലോ. തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, അഞ്ചാമത് എഴുതുന്ന ടൈം, ഇതിങ്ങനെ മുന്നോട്ട് പോവാണ്. ഓക്കെ, അതുപോലെ അങ്ങോട്ടേക്ക്, അങ്ങനെ ടോട്ടൽ 10 ടൈം ആണ് ഈ സീക്വൻസിലുള്ളത്. ഓക്കെ, ഇങ്ങനെ പോവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതാണല്ലോ ഫസ്റ്റ് ടൈം. ഇതാണല്ലോ ഫസ്റ്റ് ടൈം. ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ്, ഇത് ഫോർത്ത് ടേം, അഞ്ചാമത് എഴുതുന്ന നമ്പർ അതാണ് ഫോർത്ത് ടേം. ഫിഫ്ത്ത് ടേം, 6th 7th 8th 9th 10th. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിലെ 10ാമത്തെ ടൈം ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് അറിയാവുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് ടൈമിലേക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് 10th ടൈം കിട്ടിയത്? നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കി. ദാ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ തേർഡ് ടൈം കിട്ടി, അല്ലെ? വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് ഫോർത്ത് ടൈം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് നമ്പർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ആഡ് ചെയ്ത് പോകുന്ന ഫിക്സഡ് നമ്പറിനെയാണ് കോമൺ ഡിഫറൻസ്. അതിങ്ങനെ ആഡ് ചെയ്ത് പോവാണ്, അല്ലെ? വീണ്ടും ഒരു ഡിയും കൂടെ ആഡ് ചെയ്തു, അങ്ങനെ ഡി ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോ 10th ടൈം കിട്ടിയല്ലോ. ഇനി ഇവിടെ എത്ര ഡി ഉണ്ടെന്ന് നോക്കിയോ. 1 2 3 4 5 6 7 8 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സീക്വൻസിൽ ഇപ്പൊ 10ാമത്തെ ടൈം കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഏത് ടേമും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ തേർഡ് ടേം ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടൈം നമുക്ക് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിനകത്തേക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടൈം കിട്ടും എന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ടൈമിലേക്ക് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും. 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടൈം കിട്ടുന്നത്. അപ്പൊ ഇത് എളുപ്പത്തിന് എങ്ങനെ മനസ്സിലാക്കാന്ന് അറിയാം. നമുക്ക് അതാണല്ലോ വേണ്ടത്. ഇത് എളുപ്പത്തിന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. ഈ 10 കിട്ടാൻ 1ലേക്ക് എന്താ ആഡ് ചെയ്തത്? 9. നമ്മൾ നോർമലി കണക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, 10 കിട്ടാൻ എന്താ ആഡ് ചെയ്യണ്ടേ? 9. ഇവിടെ 9 ഡി എന്ന് ആലോചിച്ചാൽ മതി. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ആലോചിക്ക്. 3 കിട്ടാൻ ഒന്നാമത്തെ ഇതിലേക്ക് 1ലേക്ക് നമ്മൾ എത്ര ആഡ് ചെയ്താലാ 3 കിട്ടുക? വെറുതെ നമ്പർ ആലോചിച്ച് നോക്കിയേ.
3 കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നിലേക്ക് എത്ര കൂട്ടണം? 2 കൂട്ടണം. ഇവിടെ 2D എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്തേ. നമുക്കിപ്പോ 6th ടേം ആണ് വേണ്ടെന്ന് വിചാരിച്ചോ. 6th ടേം ആണ് നമുക്കറിയാവുന്നത് സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തേക്ക് എത്ര ഡി ആഡ് ചെയ്യണം? 6 കിട്ടാൻ 2ലേക്ക് എന്ത് ആഡ് ചെയ്യണം നോക്കിയാൽ മതി. എന്ത് ആഡ് ചെയ്യണം? 6ലേക്ക് 2ലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് 6 കിട്ടുക? 4 ആഡ് ചെയ്ത്. അപ്പൊ 4D. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6th ടേമിലേക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് 4D ആഡ് ചെയ്ത് എന്താ സംഭവിക്കാൻ നോക്കാം. സെക്കൻഡ് ടേം ഇതാണല്ലോ. ഞാൻ വേറെ കളറിൽ വരയ്ക്കാവേ. ഞാൻ ഗ്രീനിൽ വരയ്ക്കാം. കണ്ടോ? സെക്കൻഡ് ടേമിലേക്ക് 1D ആഡ് ചെയ്തു, 2D ആഡ് ചെയ്തു, 3D ആഡ് ചെയ്തു, 4, 5, 6. 6D ആഡ് ചെയ്തപ്പോ 8th ടൈം കിട്ടി. നമുക്ക് 4D അല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത്രയും വേണ്ട. 4D ആണ് ചോദിച്ചിട്ടുള്ളൂ. 1D, 2D, 3D, 4D ആഡ് ചെയ്തു. ഇപ്പൊ എത്രാമത്തെ ടൈം കിട്ടി? 6th ടൈം കിട്ടി. 6D ആഡ് ചെയ്യുമ്പോൾ 8ാമത്തെ ടൈം കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളോട് ചെയ്ത് നമുക്ക് ഇത് കോൺസെപ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താം. നമുക്കിപ്പോ 8th ടൈമാ കാണേണ്ടതെന്ന് വിചാരിച്ചോ. നമുക്കിപ്പോ 8th ടൈം ആണ് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് 3rd ടൈമാന്ന് വിചാരിച്ചോ. 3rd ടൈം ആണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്ര ഡി ആഡ് ചെയ്യണം? നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. 8 കിട്ടാൻ 3ലേക്ക് എന്താ ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം. അപ്പൊ 3rd ടൈമിലേക്ക് എത്ര ഡി ആഡ് ചെയ്യണം? 5D ആഡ് ചെയ്യണം. ഒന്ന് നോക്കി. 8th ടൈം കിട്ടാൻ 3rd ടൈമിലേക്ക് ഇതാ 1D, 2 കോമൺ ഡിഫറൻസ് ആയി. ഇങ്ങോട്ട് വന്നപ്പോ 3D, 4, 5. കണ്ടോ? 5D ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8th ടൈം കിട്ടും. ഇങ്ങനെയാണ്. അപ്പൊ ഇതിനൊക്കെ നമ്പർ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ ഞാൻ നമ്പർ എഴുതിയില്ല എന്നുള്ളൂ. ഞാൻ ജനറലി ഇക്വേഷൻ പറഞ്ഞു തന്നുള്ളൂ. നമ്പേഴ്സ് ചെയ്യാൻ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നമ്പേഴ്സ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഐഡിയ എന്താന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് ടേം കിട്ടാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലേതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. തിരിച്ചേട്ടോ, നമുക്കിപ്പോ ഫസ്റ്റ് ടേമാ കാണേണ്ടത് വിചാരിച്ചോ. ഫസ്റ്റ് ടേം കാണണം. ശരിക്കും ശ്രദ്ധിച്ചോളാം. ഇത് ഒരു ഡിഫറെന്റ് ഐഡിയ ആണ്. ഫസ്റ്റ് ടേം ആണ് കിട്ടേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് 7th ടേം ആണ്. 7th ടേം ആണ്. അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. 1 കാണണം. 7 അറിയാവുന്നത്. 7 കൂട്ടുവാണോ കുറയ്ക്കുവാണോ ചെയ്യണേ? ബോധത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കി. 1 കാണാൻ 7 കൂട്ടിയാ പറ്റുമോ? ഇല്ലല്ലോ. കുറയണം. എന്ത് കുറയണം? 6 കുറയണം അല്ലെ? 7 6 കുറയുമ്പോഴല്ലേ 1. ഇവിടെ നമ്മൾ എന്തുകൂടി ചേർത്ത് എഴുതണം? 6D കുറയണം. അതായത് 7th ടൈമിൽ നിന്ന് 6D കുറയുമ്പോഴാണ് ഫസ്റ്റ് ടൈം കിട്ടുക. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 7th ടൈമിൽ നിന്ന് 6D കുറച്ചാൽ ഫസ്റ്റ് ടൈം കിട്ടുമോ നോക്കാം. ഇതാണല്ലോ 7th ടൈം. 6D കുറയ്ക്കുക. 1 കോമൺ ഡിഫറൻസ് കുറച്ചു, 2 കോമൺ ഡിഫറൻസ്, 3, 4, 5, 6. ഓക്കെ, അപ്പൊ മുന്നോട്ട് കാണാൻ പറഞ്ഞാൽ കൂട്ടണം, പുറകോട്ട് കാണാൻ പറഞ്ഞാൽ കുറയ്ക്കണം. അപ്പൊ ഈ ഐഡിയ ഒക്കെ നമ്മുടെ ഉണ്ടാണ്. എന്നാലാണ് നമുക്ക് ഇനി ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളോട് ചെയ്ത് നമുക്ക് ഐഡിയ ഒന്ന് ഉറപ്പിക്കാം. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ 9th ടൈം ആണ് തന്നേക്കുന്നത്. 9th ടൈം ആണ് തന്നേക്കുന്നത്. സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 കിട്ടാൻ 9ലേക്ക് എന്ത് ചെയ്യണം? 8 കുറയ്ക്കണം. ഇവിടെ 8D കുറയ്ക്കണം. നമുക്ക് 9th ടൈമിൽ നിന്ന് 8D കുറച്ച് നോക്കാം. 9th ടൈമിൽ നിന്ന് 8D കുറയ്ക്കാം. ഇതാ ഇവിടെ നോക്കിക്കോട്ടോ. ഞാൻ മുകളിൽ ബ്ലൂ വെച്ച് മാറിക്കാം. 9th ടൈമിൽ നിന്ന് 8D കുറച്ച് എന്താ? 1, 1D കുറച്ചപ്പോ ഈ ടൈം കിട്ടി. 2, 3, 4, 5, 6, 7. കണ്ട? 8D കുറയ്ക്കുമ്പോ 1ാമത്തെ ടൈം കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു സീക്വൻസിലെയും എനി ടേം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഇരുന്നാൽ മതി. ഒരു സീക്വൻസിൽ ഏത് ടൈം ഫൈൻഡ് ചെയ്യാൻ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് 1 ടൈമും മറ്റത് കോമൺ ഡിഫറൻസും. ഇനി അതോടൊപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിക്കണം. അപ്പൊ ആദ്യം ഇത് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് കാണാൻ ഓൾറെഡി നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. കോമൺ ഡിഫറൻസ് കാണാൻ അല്ലെ? എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ഫ്രണ്ടിലുള്ള ടേമിൽ നിന്ന് ബാക്കിലുള്ള ടേം കുറയ്ക്കും. ശരിയല്ലേ? ബാക്കിലുള്ള ടേം കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇത് ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ ഇത് തൊട്ടടുത്ത് തരുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ടേംസ് നിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാവുള്ളൂ. ടേംസ് അടുത്തില്ലെങ്കിൽ, ടേംസ് ആർ നോട്ട് നിയർ അല്ലെ?
ടേംസ് നിയർ അടുത്തല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തരുന്നത് 8th ടേമും 9th ടേമും ആണെന്ന് വിചാരിച്ചോ. അല്ല 9th അല്ലല്ലോ, സോറി 18th ടേമും ആണെന്ന് വിചാരിച്ചോ. ഇവിടെ രണ്ട് അടുത്തടുത്തുള്ള ടേം ആണോ? അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കുറയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? തൊട്ടു പുറകിലുള്ള ആളെ കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ, അങ്ങനെ ആരും ഇല്ല അല്ലെ. കാരണം നമുക്ക് തന്നേക്കുന്ന എത്രാമത്തെ ടേമാ? 8th ടേമും 18th ടേമാണ്. ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാണേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടേം കാണാനും കോമൺ ഡിഫറൻസ് കാണാനും കേട്ടോ. പഠിച്ചു വെച്ചോളൂ, ഇതിനുള്ള ഒരു സ്പെഷ്യൽ ഫോർമുലയാണ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് മനസ്സിലായിക്കൊള്ളണം, ടേമുകൾ തമ്മിൽ കുറയ്ക്കുക ഡിവൈഡഡ് ബൈ പൊസിഷൻ കുറയ്ക്കുക. പറഞ്ഞുതരാം കേട്ടോ. ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, താഴെ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുക, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ആവശ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. ഇതും അതെ, ടേം കണ്ടുപിടിക്കുന്നത് രണ്ടും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും അതുപോലെ അത് വെച്ചിട്ട് ടേം കാണാനും. നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരാൾ പറയാണ് ഒരു സീക്വൻസിന്റെ 15th ടേം ആണ് 31. ഒരു സീക്വൻസിന്റെ 15th ടേം ആണ് 31. അതേ സീക്വൻസിന്റെ 10th ടേം ആണ് 21. 10th ടേം ഈസ് 21. നമ്മളോട് കോമൺ ഡിഫറൻസ് കാണാൻ ചോദിക്കുന്നു. ഇങ്ങനെ കോമൺ ഡിഫറൻസ് കാണേണ്ട വരുവാണ്. നമ്മൾ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? തൊട്ടടുത്തുള്ള ടൈം ആണെങ്കിൽ മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് കുറച്ചാൽ മതിയായിരുന്നു അല്ലെ. മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് പറയുമ്പോൾ 15 നിന്ന് 20 കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ തൊട്ടടുത്തുള്ള ടൈം അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ശരിക്കും മനസ്സിലായിക്കോളാം. ആദ്യം ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. അപ്പോഴും മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് അത് വിട്ടുപോരുത് കേട്ടോ. മുമ്പിൽ ആരാ? 15th അല്ലെ, 15 വേണം പുറകോട്ട് കുറയ്ക്കാൻ കേട്ടോ. വലിയ ടേം എന്ന് പറയുന്നത് പൊസിഷൻ ആർക്കാണോ വലിയത് അതിൽ നിന്ന് വേണം ചെറുത് കുറയ്ക്കാൻ. പൊസിഷൻ നോക്കണം കേട്ടോ. അതായത് 10 കഴിഞ്ഞിട്ടല്ലേ 15 വരുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മുമ്പിൽ നിന്ന് പുറകോട്ട്, അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പൊ ആദ്യം കുറയ്ക്കേണ്ട ആരെയാണ്? ആദ്യം നമ്മൾ കുറയ്ക്കേണ്ടത് ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ടേമുകൾ തമ്മിൽ കുറയ്ക്കണം. ഏതാ ടേം? ഏതാ? 15th എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ നമ്പർ അല്ലേ. ടേം ഏതാ? 31ഉം 21ഉം. അപ്പൊ ആദ്യം ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. 31 മൈനസ് 21 ടേമുകൾ തമ്മിൽ കുറയ്ക്കുക ഡിവൈഡ് ബൈ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ പൊസിഷൻ കുറയ്ക്കണം, അവരുടെ സ്ഥാനം. ഇതാണ് പൊസിഷൻ, ഇതാണ് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാ, അതൊക്കെ മാർക്ക് ചെയ്തോളണം കേട്ടോ. എക്സാമ്പിളിൽ അതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തോളണം, ആക്ടിവിറ്റി ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, ഇതാണ് ടേം എന്ന് പറയുന്നത്. ടേം. അപ്പൊ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, പൊസിഷൻ തമ്മിൽ കുറയ്ക്കുക. അപ്പൊ ഇതിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സാധാരണ കാണാറുള്ള മിസ്റ്റേക്ക് എന്താ? നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവോ? ഇപ്പൊ 15 10, ചിലപ്പോ ഈ 15 ഇപ്പൊ ഈ നമ്പറില്ലേ, ഈ നമ്പർ 21 ഇപ്പുറത്തും 31 ഇപ്പുറത്തും ആണെങ്കിൽ നോർമലി നമ്മുടെ ടെൻഡൻസി എന്തായിരിക്കും? 31 21 കുറയ്ക്കാനായിരിക്കും അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചോളെ. വലിയ നമ്പർ ഇത് ചെറിയ നമ്പർ കുറയ്ക്കുക എന്നുള്ളതല്ല, മുമ്പിലുള്ള ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈം. ഇവിടെ 15th ടൈം അല്ലേ മുമ്പില്, അല്ലെങ്കിൽ 15th ടൈം ആണല്ലോ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ കഴിഞ്ഞു വരുന്ന ടൈമിൽ നിന്ന് പുറകോട്ടാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചോളാം. അപ്പൊ എന്ത് വരും? 15 മൈനസ് 10. അപ്പോ വിച്ച് ഈസ് ഈക്വൽ ടു 31 21 കുറച്ച 10 ആണ്, 15 10 കുറച്ച 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2. കോമൺ ഡിഫറൻസ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 21 അല്ലെ. 21 നമുക്ക് രണ്ട് കൂട്ടി പോകാനല്ലേ പറഞ്ഞ. കോമൺ ഡിഫറൻസ് 2 അല്ലേ. അപ്പോ 21 23 25 27 29 31. 10th ടൈം അല്ലേ ഇത്? 10th 11th 12th 13th 14th 15th. കറക്റ്റ് അല്ലേ നോക്കി? 15th ടൈം 31, 10th ടൈം 21. കണ്ട? ഓക്കെ, നമ്മൾ ആ കോമൺ ഡിഫറൻസ് കറക്റ്റ് ആയിട്ടാണ്, അല്ലേ അത് തെറ്റിപ്പോയേനെ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇനി ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ടേം ഒരു സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു മെത്തഡ് കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിപ്പോ വേണ്ട, നമുക്ക് തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈ ഐഡിയ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോട്ടോ. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ തന്നിരിക്കുന്ന കുറച്ച് ടേമുകളാണ്. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ എളുപ്പമാണ്, കാരണം ഫസ്റ്റ് ടൈം 24 തന്നിട്ടുണ്ട്, സെക്കൻഡ് ടൈം 42 തന്നിട്ടുണ്ട്. ഇനിയുള്ള രണ്ടെണ്ണം ചോദിച്ചേക്കാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, കാരണം തൊട്ടടുത്തുള്ള ടൈം തന്നിട്ടുണ്ടല്ലോ.
ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ? മുന്നിലുള്ള ടേമിൽ നിന്ന് പുറകിലുള്ള ടേമിനെ കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 18 കിട്ടും. എന്നിട്ട് അതങ്ങ് ആഡ് ചെയ്ത് പോയാ പോരെ. പ്ലസ് 18 അപ്പൊ എന്ത് വരും? 60. അതിലേക്ക് പ്ലസ് 18 which is equal to 78. ഓക്കെ, അപ്പൊ 24, 42, 60, 78 എന്ന് വരും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഫസ്റ്റത്തെ 2 ടേം തന്നിട്ടില്ല അല്ലെ. ഫസ്റ്റത്തെ 2 ടേം തന്നിട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം തന്നിട്ടില്ല. ഇടയ്ക്കുള്ള 2 ടേമാണ് തന്നിരുന്നത്. 24, 42. ഇവിടെയും കോമൺ ഡിഫറൻസ് 18 തന്നെയാണ് അല്ലെ. തൊട്ടടുത്തുള്ള ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, മുന്നിൽ നിന്ന് ബാക്കിലേക്ക് കുറയ്ക്കുക. 42 മൈനസ് 24 which is equal to 18. അപ്പൊ ഇവിടെ നമ്മൾ പ്ലസ് 18 ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 60 വരും. ഇവിടെ ശ്രദ്ധിക്കണം, കാരണം ഇത് കുറഞ്ഞാ പോണേ അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് 18 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 24 നിന്ന് 18 കുറച്ചാൽ മതി. 24 നിന്ന് 18 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 6. ഓക്കെ ആണല്ലോ. 6 നിന്ന് 18 കൂട്ടുമ്പോ 24. കറക്റ്റ് അല്ലേ? 24 നിന്ന് 18, 42, 60 ഇങ്ങനെ വരും. ഇനി നമുക്ക് മൂന്നാമത്തെ സീക്വൻസ് പോവാം. മൂന്നാമത്തെ സീക്വൻസ് പ്രശ്നമില്ല, തൊട്ടടുത്ത് തന്നെയാണ് ടേമുകൾ തന്നേക്കുന്നത്. നോക്കി അല്ലെ. ആദ്യത്തെ 2 തന്നിട്ടില്ല, ലാസ്റ്റ് 2 തന്നിട്ടുണ്ട്. 24, 42. ഇവിടെയും കോമൺ ഡിഫറൻസ് മാറ്റമില്ല. 42 നിന്ന് 24 കുറയ്ക്കുമ്പോൾ കോമൺ ഡിഫറൻസ് 18 ആണ്. കുറച്ച് പോകണം, ശ്രദ്ധിക്കണം. 24 നിന്ന് 18 കുറയ്ക്കുമ്പോൾ പ്രശ്നമില്ല, നമുക്ക് 6 കിട്ടും. ഇനി അടുത്ത ഡിജിറ്റ്, തൊട്ട് ബാക്കിലുള്ള ഡിജിറ്റ് കാണാൻ 6 നിന്നാണ് 18 കുറയ്ക്കേണ്ടത്. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, ചെറുതീന്ന് വലുത് കുറയ്ക്കുമ്പോൾ എന്തായാലും മൈനസ് ആണ് അല്ലെ. ചെറുതീന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് ഇട്ടേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് വരും. എന്നിട്ട് 18, 16 കുറച്ചോ 12. ഇതാണ് മെത്തേഡ്. മൈനസ് 12. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് 12 എന്ന് വരും. മൈനസ് 12, 6, 24, 42 എന്ന് വരും. ഇനി അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് വണ്ണിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. തൊട്ടടുത്തുള്ള ടേം അല്ല തന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലേക്ക് ഇവിടെയാണ് വരുന്നത്. 24-42- ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇതുവരെയുള്ളൊന്നും പ്രശ്നമില്ല. ഇനി അങ്ങോട്ട് പറയാൻ ശ്രദ്ധിച്ചോളാം. 24-42- ഇതാണ് നമുക്ക് ഇനി പുതുതായിട്ട് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചോളേ. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ ഇത് എത്രാമത്തെ ടേമാ? ഫസ്റ്റ് അല്ലെ. ഇത് സെക്കൻഡ്, ഇത് തേർഡ് ടേമാണ്. എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കാണാൻ ടേമുകൾ തമ്മിൽ കുറയ്ക്കണം. ഡിവൈഡ് ബൈ അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കണം. ഇതല്ലേ മെത്തേഡ് അല്ലെ. ടേമുകൾ തമ്മിൽ കുറച്ച് ഏതാ? 42 നിന്ന് 24 കുറയ്ക്കണം അല്ലെ. അതല്ലേ ടേം. എന്നിട്ട് അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കണം. തേർഡിൽ നിന്ന് 1 കുറയ്ക്കണം. 3 - 1. ഇത് വിട്ടുപോകരുത് കേട്ടാ. വെരി ഇമ്പോർട്ടന്റ്. ശരിക്കും മനസ്സിലായിക്കൊള്ളാം. 18/2 which is equal to 9 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 18 അല്ല, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 9 ആണ്. നിങ്ങൾ എഴുതി നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. 24 നിന്ന് 9 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 33. 33 നിന്ന് 9 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 42. 42 നിന്ന് 9 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 51. ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് വൺ വരുമ്പോ അതാ -24-42 അല്ലെ. -24-42 -24-42. എങ്ങനെയാ നമ്മൾ ഇത് കണ്ടുപിടിക്കുക? ആദ്യം കോമൺ ഡിഫറൻസ് കാണണം അല്ലെ. കോമൺ ഡിഫറൻസ് കാണേണ്ട എങ്ങനെയാ? ഇത് എത്രാമത്തെ ടേമാ? ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലെ. കോമൺ ഡിഫറൻസ് കാണാൻ ഫോർത്ത് ടേമിൽ നിന്ന് ആരെ കുറയ്ക്കണം? സെക്കൻഡ് ടേമിനെ കുറയ്ക്കണം അല്ലെ. ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം കുറച്ചിട്ട് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് അല്ല, സോറി, ഡിവൈഡ് ബൈ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ടേമുകൾ തമ്മിൽ കുറയ്ക്കണം. ആദ്യം ആരെ കുറയ്ക്കണം? 42 - 24. ആദ്യം ടേമുകൾ തമ്മിൽ കുറയ്ക്കണം, എന്നിട്ട് അവരുടെ പൊസിഷൻ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ 4 - 2 which is equal to 18/2 which will again give 9. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 24 നിന്ന് 9 കുറയ്ക്കുക. 24 നിന്ന് 9 കുറച്ച് എത്ര കിട്ടുക? 15 കിട്ടില്ലേ? 15 അല്ലെ. 15 നിന്ന് 9 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 24 കിട്ടുന്നത്. 24ന്റെ കൂടെ 9 ആഡ് ചെയ്താ 33 അല്ലെ. 33യുടെ കൂടെ 9 ആഡ് ചെയ്താ 42. ഓക്കെ ആണല്ലോ. ഇതാണ് ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സീക്വൻസിലേക്ക് വരുമ്പോൾ 6th one ആൻഡ് ലാസ്റ്റ് വൺ അല്ലെ. 24-42. പക്ഷെ എനിക്ക് മനസ്സിലാക്കിക്കോളെ ഈ ആക്ടിവിറ്റി എന്ന് തന്നെ.
24 ഡാഷ് ഡാഷ് 42. എങ്ങനെയാ നമ്മളിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് കാണാൻ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക അല്ലെ. അപ്പൊ ഇത് എത്രാമത്തെ ടേം ആണെന്ന് ആദ്യം നോക്കണം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലെ. ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 42 മൈനസ് 24 ഡിവൈഡ് ബൈ അവരുടെ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഫോർത്ത് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ അല്ലെ. അപ്പൊ എന്ത് വരും? 18 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ഡിഫറൻസ് മുമ്പ് കിട്ടിയ പോലെ 9 അല്ല 6 ആണ്. അപ്പൊ 6 വേണം ആഡ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ പ്ലസ് 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 30. വീണ്ടും ഒരു പ്ലസ് 6 ആഡ് ചെയ്യുമ്പോൾ 36. അഗെയിൻ ആഡിങ് പ്ലസ് 6 ഗീവ് 42. ഇങ്ങനെയാണ് നമ്മൾ കണ്ടു. ഇനി മുന്നോട്ട് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ഈ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആക്ടിവിറ്റി 16 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തേർഡ് ടൈം തന്നിരിക്കുന്നത് 64 ആണ്, സിക്സ്ത് ടൈം 67 ആണ് അല്ലെ. തേർഡ് ടേം 64. ഓക്കെ, തേർഡ് ടേം 34, സിക്സ്ത് ടൈം ആണ് 60 അല്ലെ, 67 ആണ്. സോറി, സിക്സ്ത് ടൈം 67. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്. എന്നിട്ട് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 5 ടേമുകൾ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ടൈമിൽ നിന്ന് തുടങ്ങാം അല്ലെ. എങ്ങനെയാ ഫസ്റ്റ് ടൈം കണ്ടു? കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താ? ടേമുകൾ. കാരണം കോമൺ ഡിഫറൻസ് ഇല്ലാണ്ട് ഇതിൽ ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അത് വീണ്ടും വീണ്ടും എഴുതിക്കൊള്ളണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 67 മൈനസ് 34. ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 67 മൈനസ് 34 ഡിവൈഡ് ബൈ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ 6 മൈനസ് 3. ഓക്കെ, എത്ര വരും ഡിവൈഡ് ചെയ്യുമ്പോൾ? 67 നിന്ന് 34 കുറച്ചാൽ 33 ഡിവൈഡ് ബൈ 3 എന്ന് വരും, വിച്ച് വിൽ ഗീവ് കോമൺ ഡിഫറൻസ് 11. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി നമുക്ക് പോരല്ലോ, ഫസ്റ്റ് ടേമോടെ കണ്ടുപിടിക്കാം അല്ലെ. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏത് ടേമിൽ നിന്ന് വേണമെങ്കിലും ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ആ മെത്തേഡ് ഞാനാണ് നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചത്. ഇപ്പോൾ തേർഡ് ടേം ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തേർഡ് ടേം ആണെങ്കിൽ എത്ര ഡി കുറച്ചാലാണ് ഫസ്റ്റ് ടൈം കിട്ടുക? വെറുതെ ആലോചിച്ച് നോക്കിയേ. തേർഡ് ടൈം അറിയാമെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 3ന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം കിട്ടുക? അല്ലെങ്കിൽ 3ന്ന് എന്ത് കുറച്ചാലാണ് 1 കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം അല്ലെ. ഇവിടെ വരുമ്പോ 2 ഡി കുറയ്ക്കണം. ഓക്കെ, തേർഡ് ടൈം തന്നിട്ടില്ലേ? അപ്പോ ഒന്നല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ സിക്സ്ത് ടൈമിൽ നിന്ന് 5 ഡി കുറച്ചാലും കുഴപ്പമില്ല, അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 34 ആണല്ലോ തേർഡ് ടൈം. ഞാനിവിടെ 34 എന്ന് കൊടുക്കണം. അപ്പൊ 34 മൈനസ് 2 into 11. 2 into 11 എന്ന് പറഞ്ഞാൽ 22 അല്ലെ. അപ്പൊ 34 മൈനസ് 22 വിച്ച് വിൽ ഗീവ് 12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നേരെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഫസ്റ്റ് ടൈം 12, അടുത്ത് ആഡ് ചെയ്യ് 11 അല്ല ആഡ് ചെയ്ത് പോകണ്ട. കോമൺ ഡിഫറൻസ് നോക്കി, ഫസ്റ്റ് ടൈം 12, കോമൺ ഡിഫറൻസ് ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടില്ലേ? എത്ര കിട്ടിയേക്കുന്നത്? 11. ആ 11 അങ്ങ് ആഡ് ചെയ്ത് പോട്ടെ. അപ്പൊ എത്ര വരും? 11 കഴിഞ്ഞാൽ പിന്നെ 12 കഴിഞ്ഞാൽ പിന്നെ 23, 34, 45, 56, 67 ഇങ്ങനെ പോകും. സിക്സ്ത് ടൈം 67. ഓക്കെ, കണ്ടോ? സിക്സ്ത് ടൈം 67, തേർഡ് ടൈം 34. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ അല്ലാണ്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. കാരണം കോമൺ ഡിഫറൻസ് 11 കിട്ടുമ്പോൾ 34 നിന്ന് കുറച്ച് നേരെ പോയി ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ മെത്തേഡ് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. ഓക്കെ, ഇപ്പോഴും ചെയ്ത് പഠിക്കും. നമ്മൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു അത്രയും നമ്മൾ അതിനകത്ത് എക്സ്പെർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. തേർഡ് ടൈം 43, സിക്സ്ത് ടൈം അല്ലെ. ഫസ്റ്റ് വൺ ഓൾറെഡി നമ്മൾ ചെയ്തു. സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോ തേർഡ് ടൈം 43 ആണ്, സിക്സ്ത് ടൈം 76 ആണ് അല്ലെ. തേർഡ് ടൈം 43 ആണ്, സിക്സ്ത് ടൈം 67 ആണ്. ഓക്കെ, സിക്സ് ടൈം 76 ആണ് അല്ലെ, 76. ഇനി എങ്ങനെയാ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ എഴുതി പഠിച്ചോളാം, ഞാൻ ഇനി എഴുതുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതിക്കോളാം ഇക്വേഷൻ, എന്നിട്ട് എഴുതാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് കൺഫ്യൂഷൻ വരും. എങ്ങനെ എടുക്കേണ്ടത്? ടേം ഡിഫറൻസ് ആണോ മേളിൽ, പൊസിഷൻ ഡിഫറൻസ് ആണോ മേളിൽ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് എഴുതി അത് ശീലമായിക്കോളാം കേട്ടോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. ആ മുകളിൽ കുറയ്ക്കേണ്ടത് ടേമുകളെയാണ്. മുന്നിലുള്ള ടേമിൽ നിന്ന് പുറകിലുള്ള ടേമിനെ കുറയ്ക്കണം. എന്നിട്ടോ അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ എന്ത് വരും?
76 മൈനസ് 43 എന്ന് പറഞ്ഞാൽ 33 ആണ്. 33/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? 11. ഓക്കെ, ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്തു പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ കണ്ടുപിടിക്കാം. എങ്ങനെയാ ഫസ്റ്റ് ഡേ ഞാൻ ഷോർട്ടാക്കി എഴുതുക കേട്ടോ. ഫസ്റ്റ് ഡേ ഇനി മുന്നോട്ട് ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഡേ എന്ന് തന്നെ എഴുതാം കേട്ടോ. ഫസ്റ്റ് ഡേ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി നമുക്ക് തേർഡ് ആണ് അറിയാവുന്നത്. ഏതറിയാവുന്നത്? തേർഡ് ആണ്. തേർഡ് ആണെങ്കിൽ അതിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? നമ്മൾ പറഞ്ഞില്ലേ, 1 കിട്ടാൻ 3യിൽ നിന്ന് 2 ഡി കുറയ്ക്കണം. അപ്പൊ തേർഡ് ഡേം തന്നിട്ടുണ്ട്. എത്രയാണ്? 43. 43യിൽ നിന്ന് 2 ഡി കുറയ്ക്കാൻ പറഞ്ഞാൽ 2 × 11 22 കുറയ്ക്കാന്നല്ല അർത്ഥം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? 21 കിട്ടും. ഫസ്റ്റ് ഡേം 21, കോമൺ ഡിഫറൻസ് 11. നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. 21 ആണ് ഫസ്റ്റ് ഡേം. കൂടി പോകേണ്ടത് 11 ആണ്. അപ്പൊ 11 കൂട്ടി പോട്ടെ, പ്ലസ് 11 ആഡ് ചെയ്ത് പോട്ടെ. അപ്പൊ എന്ത് വരും? 32. വീണ്ടും അതിലേക്ക് ഒരു 11 ആഡ് ചെയ്യുമ്പോൾ 43 ആണോ തേർഡ് ഡേം? നോക്കി, തേർഡ് ടൈം കിട്ടിയേക്കുന്ന 43 ആണോ? യെസ്, റൈറ്റ് അല്ലെ? ഇതിങ്ങനെ പോകും. ഒരു 11 ആഡ് ചെയ്യുമ്പോൾ 54, ഒരു 11 ആഡ് ചെയ്യുമ്പോൾ 65, ഒരു 11 ആഡ് ചെയ്യുമ്പോൾ 76. നോക്കി, 6th ടൈം 76 അല്ലേ? 5 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇതൊന്ന് ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ. അപ്പൊ 6th ടൈം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തേർഡ് ക്വസ്റ്റിനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റിനിൽ വരുമ്പോ തേർഡ് ടൈം 2 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. തേർഡ് ടൈം 2 ആണ്. ഫിഫ്ത്ത് ടൈം 3 ആണ്. ഓക്കെ, തേർഡ് ടൈം 2 ആണ്. തേർഡ് ടേം 2, അതുപോലെ ഫിഫ്ത്ത് ടേം 3 ആണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യേണ്ടേ? ടേമുകൾ തമ്മിൽ കുറയ്ക്കാം. ടേമുകൾ തമ്മിൽ കുറയ്ക്കുന്നു. എന്നിട്ടോ അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കും. 5 - 3. അപ്പൊ എന്ത് വരും? 3ന്ന് 2 കുറച്ചാൽ 1, 5ന്ന് 3 കുറച്ചാൽ ഇവിടെ കോമൺ ഡിഫറൻസ് 1/2 ആണ്. ഹാഫ് ആണ് കൂടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹാഫ് കൂടി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. ഇനിയിപ്പോ ഫസ്റ്റ് ഡേ കണ്ടുപിടിച്ച് വേണമെങ്കിൽ ആ വഴിക്കും പോകാം കേട്ടോ. അപ്പൊ ഇവിടെ ഹാഫ് ആണ് കൂടി പോകുന്നത്. ഫസ്റ്റ് ഡേ ആണെങ്കിൽ ഫസ്റ്റ് ഡേ കാണാം, നോ പ്രോബ്ലം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടിയിട്ട് തേർഡിൽ നിന്ന് 2 ഡി കുറയ്ക്കണം അല്ലെ? അപ്പൊ തേർഡ് ഡേം എത്രയാ? തേർഡ് ഡേം 2 ആണ്. 2ൽ നിന്ന് 2 ഡി കുറയ്ക്കാൻ പറഞ്ഞാൽ 2 × 1/2. അപ്പൊ ഇതങ്ങ് കട്ടായി പോകുള്ളൂ. 2 - 1 1 ആണ് ഫസ്റ്റ് ഡേം. കോമൺ ഡിഫറൻസ് അര. അപ്പൊ എങ്ങനെയായിരിക്കും? 1 അല്ലെ? 1.5, 2, 2.5, 3, 3.5. ഇങ്ങനെയായിരിക്കും ഈ സീക്വൻസ് പോകുന്നത്. ഓക്കെ, 1, 1.5, 2, 2.5, 3, 3.5 ഇങ്ങനെ പോകും. അപ്പൊ തേർഡ് ഡേം 2, ഫിഫ്ത്ത് ഡേം 3 കറക്റ്റ് ആണല്ലോ. കണ്ടോ, നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. മാത്സിൽ അങ്ങനെയാണല്ലോ, പല ക്വസ്റ്റ്യനുകളും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബോധം ഉണ്ടാവും. ഓക്കെ, ഇനി ഫോർത്തിലേക്ക് വരാം. ഫോർത്ത് ടേമിലേക്ക്. ഫോർത്ത് ടേം 2 ആണ്. സെവൻത്ത് ടേം 3 ആണ്. ഇങ്ങനെ കോമൺ ഡിഫറൻസ് കാണുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. 3 - 2. എന്നിട്ട് അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 7 - 4. അപ്പൊ എന്ത് വരും? 1/3 എന്ന് വരും അല്ലെ? ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡേ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡേ കാണാൻ എന്താ ചെയ്യേണ്ടത്? തേർഡ് ടേമിൽ നിന്നാണെങ്കിൽ, അല്ല തേർഡ് അല്ലല്ലോ ഇവിടെ തന്നേക്കുന്നത്, ഏതാണ്? ഫോർത്ത് ആണ് തന്നേക്കുന്നത്. ഫോർത്ത് ആണെങ്കിൽ അതിൽ നിന്ന് 3 ഡീനെ കുറയ്ക്കുക അല്ലെ? 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണല്ലോ 1 കിട്ടുന്നത്. ഫോർത്ത് എത്രയാ? 2. 3 ഡി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 3 × 1/3. ഇതാ ഇതും അങ്ങ് കട്ടായി പോകും. 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1 ഇറ്റ് സെൽഫ്. ഫസ്റ്റ് ഡേ 1 ആണ്. കോമൺ ഡിഫറൻസ് 1/3 ആണ് കിട്ടുക. 1ഉം 1/3. അപ്പൊ എന്ത് വരും? 1. ഫസ്റ്റ് ടൈം 1 വരും. സെക്കൻഡ് ടൈം കാണാൻ 1 + 1/3 ആണ് കേട്ടോ. 1 1/3 എന്ന് എഴുതാം. 1 + 1/3 വേണമെങ്കിൽ നിങ്ങൾക്ക് 1/3 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 + 1/3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രോസ് ചെയ്യേണ്ടി വരും. 3 + 1 4, 4/3 എന്ന് എഴുതേണ്ടി വരും കേട്ടോ. 1/3 തന്നെയാണ് 4/3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്പർ ഇനി അങ്ങോട്ട് ആഡ് ചെയ്യാൻ എളുപ്പം, കാരണം ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, 1/3 ആണല്ലോ. അപ്പൊ അതങ്ങ് ആഡ് ചെയ്ത് പോയത്. മനസ്സിലായില്ല? 4/3യുടെ കൂടെ ഇനി 1/3 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പം, കാരണം ഡിനോമിനേറ്റർ കോമൺ ആണെങ്കിൽ അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. 5/3. അടുത്ത നമ്പറോ? 5/3യിലേക്ക് 1/3 ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 5/3 + 1/3 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കോമൺ ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം സിംപ്ലിഫൈ ചെയ്യുക, ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയാൽ മതി. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിന്ന് സമയം കളയരുത്. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡിനോമിനേറ്റർ നേരെ കോപ്പി ചെയ്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി അടുത്തേക്ക് വരാം. അടുത്തത് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ. അടുത്തേക്ക് വരുമ്പോ
സെക്കൻഡ് ടൈം 5 ആണ്, ഫിഫ്ത്ത് ടൈം 2 ആണ് അല്ലെ. സെക്കൻഡ് ടൈം 5 ആണ്, സെക്കൻഡ് ടൈം 5 ആണ്, ഫിഫ്ത്ത് ടൈം 2 ആണ്. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ ടൈം 5, ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് എന്താ 2 ആണ്. ഇത് കുറയണ സീക്വൻസാ അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, കുറയുന്ന സീക്വൻസ് ആണെങ്കിൽ നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്തേ കിട്ടുള്ളൂ, ആ നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. അപ്പൊ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ശരിയാണോ അല്ലയോ എന്ന്. ഇത് കുറയണ സീക്വൻസ് അല്ലേ, അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തോളണം കേട്ടോ. കൂടുന്ന സീക്വൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഒന്നുമില്ല, നമ്മൾ ആ പറഞ്ഞ മെത്തേഡ് കറക്റ്റ് ആണ്. ഇതാ ഇങ്ങനെ തന്നെ പോകണം, മുന്നിൽ നിന്ന് പുറകോട്ട് കുറയ്ക്കണം. ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് ഒന്നാമത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നോർമലി നമ്മുടെ ടെൻഡൻസി എന്താ, 5ന്ന് 2 കുറയ്ക്കാനായിരിക്കും. ശ്രദ്ധിച്ചോളണം, മുന്നിലുള്ള ടേമിൽ നിന്ന് വേണം പുറകിലുള്ള ടേം, അഞ്ചാമത്തെ ടേമിൽ നിന്ന് വേണം 2ലേക്ക് കുറയ്ക്കാൻ. ശ്രദ്ധിച്ചോളാം, അവിടെയാണോ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. 2 - 5 മുമ്പിലുള്ള ടേമിൽ നിന്നായിരിക്കണം പുറകിലുള്ള, അതായത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് വേണം സെക്കൻഡ് ടൈമിനെ കുറയ്ക്കാൻ. നമ്മളെല്ലാം അങ്ങനെയല്ലേ ഇതിന് മുന്നേ ചെയ്തത്. ആരാണോ മുമ്പിലുള്ള ടൈം അതിൽ നിന്ന് പുറകോട്ടാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത് ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 5 - 2 എന്നും കിട്ടും. ഇപ്പൊ എന്ത് വരും, 2ന്ന് 5 കുറയ്ക്കുമ്പോൾ മൈനസ് ഇടുക, 5ന്ന് 2 കുറയ്ക്കാം, -3. -3/3 ആണ്. -3/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1. കോമൺ ഡിഫറൻസ് ഇവിടെ -1 ആണ്. നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം കാണുമ്പോഴും ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടൈമിൽ നിന്ന് 1 D കുറച്ചാൽ മതിയല്ലോ അല്ലെ, 1D അല്ലെങ്കിൽ D എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ സെക്കൻഡ് ടൈം എത്രയാണ്, സെക്കൻഡ് ടൈം 5 ആണ്. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, സെക്കൻഡ് ടൈം 5 ആണ്, മൈനസ് ചെയ്യണം. അതുകൂടാണ്ട് കോമൺ ഡിഫറൻസിന് ഒരു മൈനസ് ഉണ്ട്. സെക്കൻഡ് ടൈം -D ഈ മൈനസ് ഇവിടെ ഉണ്ട്, അത് പോകില്ല. കോമൺ ഡിഫറൻസ് -1 മൈനസ് ഉണ്ട്. ഈ 2 നെഗറ്റീവ് സൈൻ കൂടുമ്പോൾ അത് പ്ലസ് ആവും. 5 + 1 = 6 കേട്ടോ. സെയിം സൈനുകൾ അടുത്തടുത്ത് വന്നാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ ഇല്ലേ, അതാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നെഗറ്റീവ് വന്നാൽ എന്താക്കണം, അതിനെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് വന്നാൽ പിന്നെ പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ നമ്മൾ അതിനെ എന്താക്കണം, നെഗറ്റീവ് ആക്കണം കേട്ടോ. അത് അവിടെ നോട്ട് ചെയ്തോ. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് അത് ആവശ്യം വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും മനസ്സിലായിക്കോളാം. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ, ഫസ്റ്റ് ടൈം എത്രയാണ്, 6 അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ആ സീക്വൻസ്, 6 ഒന്ന് കുറഞ്ഞല്ലേ പോണം, -1 അല്ലേ, 5 4 3 2 1 ഇങ്ങനെ പോകും. ഇതാണ് സീക്വൻസ്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത്ര ഒക്കെയാണ്. ഇനിയുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചെയ്തിട്ട് വേണം ഞാൻ പറഞ്ഞ എന്റെ എക്സ്പ്ലനേഷൻ നോക്കാനായിട്ട് കേട്ടോ. ഇവിടെ നോക്കിക്കോളൂ. അപ്പൊ ഇതിനകത്ത് 1 2 3 അല്ലെ, 3 ടൈം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 25th ടൈം കാണാം. നിങ്ങൾക്ക് ഏത് ടൈം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 25th ടൈം കാണാം. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എത്രയാണ് തന്നേക്കുന്നത്, 1 ആണ് അല്ലെ. 25th ടൈം കാണാൻ ഫസ്റ്റ് ടൈമിലേക്ക് എത്ര D ആഡ് ചെയ്യണം നമ്മൾ പറഞ്ഞേ, 1ന്റെ കൂടെ ആണെങ്കിൽ 24 ടൈംസ് D ആഡ് ചെയ്യണം അല്ലെ. D നമ്മൾ കാണേണ്ട വരും. D എങ്ങനെയാ കാണണ്ടേ, D കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള ടൈം അറിയാമെങ്കിൽ നേരെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അവരെ മുന്നിലുള്ള ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. 11 - 1 = 10. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 + 24 into common difference 10 = 1 + 240 അല്ലെ, 241. ഓക്കെ, അപ്പൊ ഒരു ടേമും ഏതെങ്കിലും ഒരു ടേമും ഒരു കോമൺ ഡിഫറൻസ് മതി ഒരു സീക്വൻസിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ 25th ടേം ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 25ാമത് വരുന്ന ടേം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെ മുന്നോട്ട് എഴുതി കഴിഞ്ഞാൽ 25th വരുന്ന ടൈം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് തന്നെ ചെയ്തിട്ട് വേണം എന്റെ എക്സ്പ്ലനേഷൻ നോക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടൈം ആണ്. ആദ്യം എന്താ തന്നിട്ടുള്ളത്, നമുക്ക് 10th ടൈം തന്നിട്ടുണ്ട് അല്ലെ. 10th ടൈം എത്രയാണ്, 46 ആണ് അല്ലെ. 11th ടൈമും തന്നിട്ടുണ്ട്. 11th ടൈം എത്രയാ, 51 ആണ്. അപ്പൊ 10th 11th തന്നേക്കൊണ്ട് അടുത്തടുത്തുള്ള ടൈം തന്നേക്കാണല്ലോ. കോമൺ ഡിഫറൻസ് കാണാൻ നേരെ മുന്നിലുള്ള ടൈമിൽ നിന്ന് പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. ഈ അടുത്തടുത്ത് തരാത്തപ്പോഴാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇവിടെ തന്നേക്കാണല്ലോ. ഇനി നമ്മളോട് ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം എന്നാണ് അല്ലെ. എങ്ങനെയാ ഫസ്റ്റ് ടൈം കാണുന്നത്, 10th ടൈം അറിയാമെങ്കിൽ ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി 10th ടൈം അറിയാമെങ്കിൽ എന്ത് കുറയ്ക്കണം, 1 കിട്ടാൻ 10ന്ന് 9D കുറയ്ക്കണം അല്ലെ. അപ്പൊ 10th ടൈം
46 ആണ്. അതിൽ നിന്ന് 9D 9D എന്ന് പറഞ്ഞാൽ 9 into 5 അല്ലെ. 9 into 5 45 ആണ്. 46 minus 45 which will give 1 എന്ന് കിട്ടും. നമ്മുടെ സീക്വൻസ് വരുന്നത് അപ്പൊ എന്തായിരിക്കും? 1 6 11 16 21 ഇങ്ങനെ പോകും. ഇതാണ് സീക്വൻസ്. രണ്ടോ തന്നെ എഴുതിയാൽ മതി. ഇത് കൊടുത്താൽ നോട്ട് ഇട്ട് കാണിച്ചാൽ മതി. ഇനി ഒരു എന്നിട്ട് അതിന്റെ താഴെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ 5 ടൈം കാണാൻ വേണ്ടി രണ്ടാമത് ഒരു സെക്കൻഡ് ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്തോ 5 ഇവിടെ കണ്ടുപിടിച്ചു എന്നിട്ട് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ പറയുന്ന സീക്വൻസിലെ 21th ടേം 21st ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് കുറഞ്ഞു പോണ സീക്വൻസ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ 100 95 90. അപ്പൊ എന്തായാലും കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. കുറഞ്ഞു പോണ സീക്വൻസ് ആണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം തന്നിരിക്കുന്നത് 100 ആണ് അല്ലെ. സെക്കൻഡ് ടൈം 95, തേർഡ് ടൈം 90 അങ്ങനെ പോവാണ് അല്ലെ. 21st ടൈം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ തൊട്ടടുത്തുള്ള ടൈം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറയ്ക്കണം. ശ്രദ്ധിക്കണം, 100 95 അല്ല കുറയ്ക്കണ്ടേ, മുമ്പിലുള്ള ടേമിൽ നിന്ന് വേണം പുറകിലുള്ള ടേമിനെ കുറയ്ക്കാൻ. അതാണ് ഇവിടെ വരുന്ന ഒരു മിസ്റ്റേക്ക് കേട്ടോ. ഇതിനകത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടെൻഡൻസി എന്താ? 100 95 കുറയ്ക്കാൻ പറ്റില്ല. മുമ്പിലുള്ള ടൈമിൽ നിന്ന് വേണം പുറകിലുള്ള ടൈമിനെ കുറയ്ക്കാൻ. അപ്പൊ എന്ത് വരും? -5. 95 100 കുറച്ചാൽ -5 വരും. ഇനി നമുക്ക് നോക്കാം 21st ടൈം കാണാൻ എന്താ ചെയ്യണ്ടേ? 21st ടൈം കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടണം? 20 ടൈംസ് ഡി കൂട്ടണം. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം എത്രയാ? 100. ഒരു പ്ലസ് ഉണ്ട്, അത് അങ്ങനെ ഇടണം. 20 ടൈംസ് ഡി എന്ന് പറഞ്ഞാൽ 20 into -5. ഓക്കെ, എന്ത് വരും അപ്പോ? 100 അവിടെ ഉണ്ട്, പ്ലസ് ഉണ്ട്, അതുപോലെ 20 into -5 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും അവിടെ? -100 എന്ന് വരും. ശ്രദ്ധിച്ചോളൂ കേട്ടോ. പോസിറ്റീവും നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചോളണം. ഓക്കെ, അതുപോലെ നെഗറ്റീവും വരുമ്പോൾ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത് മൾട്ടിപ്ലിക്കേഷനിൽ മാത്രമല്ല, രണ്ട് സൈൻ അടുത്തടുത്ത് കിടന്നാൽ ഈ റൂളാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കി, അത് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ രണ്ട് സൈൻ അടുത്തടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാലും മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്താണ്? നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് വരും? 100 - 100 which is equal to 0. ഓക്കെ, ആ ടേം 0 ആണ്. ആവാം അല്ലെ. കുറഞ്ഞല്ലേ പോണു. നിങ്ങൾ ആലോചിക്കുക, 100 95 90 85 80 ഇങ്ങനെ കുറഞ്ഞു പോയി അവസാനം എന്തായിട്ടുണ്ടാവും? 20ാമത്തെ ടൈം ആയപ്പോ 0 ആയി. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സീക്വൻസിലെ 10th ടൈം തന്നിട്ടുണ്ട് 56 അല്ലെ. ഒരു സീക്വൻസിലെ 10th ടൈം 56 തന്നിട്ടുണ്ട്. അതുപോലെ 11th ടൈം 51 തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെയും നമുക്ക് തൊട്ടടുത്തുള്ള ടേമുകൾ തന്നിട്ടുണ്ട് അല്ലെ. 51 56 ആണല്ലോ. നമുക്ക് നേരെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, കോമൺ ഡിഫറൻസ് കാണാൻ 56 51 അല്ല, മുന്നിലുള്ള ടേം ആരാ? 11 വേണം ബാക്കിലുള്ള ടേമിനെ കുറയ്ക്കാൻ. 51 മൈനസ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പഠിപ്പിച്ചേട്ടോ. ശ്രദ്ധിച്ചോളണം. 51 56 കുറയ്ക്കാൻ ചെറുതിന്ന് വലുതാണല്ലോ, നെഗറ്റീവ് വരും. 56 51 കുറയ്ക്കുമ്പോൾ 5 ആണ്, -5 എന്ന് വരും. ഇനി ഫസ്റ്റ് ടൈം കാണാൻ എന്താ ചെയ്യണ്ടേ? 10th ടേം ആണെങ്കിൽ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം കാണാൻ 10th ടേമിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? 9D കുറയ്ക്കണം അല്ലെ. 10th ടൈം എത്രയാണ് തന്നേക്കുന്നത്? 10th ടൈം 56 ആണ്. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. 9 into -5 ആണ് കോമൺ ഡിഫറൻസ്. ശരിയല്ലേ? ഓക്കെ, ഇനി ചെയ്യുമ്പോൾ എന്ത് വരും? 56 ശ്രദ്ധിച്ച് ഡീൽ ചെയ്തോളണം. 56 ഇവിടെ ഒരു മൈനസ്, 9 into -5 -45. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. ഇനി രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താക്കണം എന്നാ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇവിടെ പറഞ്ഞാണ്, രണ്ട് നെഗറ്റീവ് വന്നാൽ നമ്മൾ അതിനെ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വിട്ടുപോരുത് കേട്ടോ. രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആക്കണം. അപ്പൊ 56 + 45, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 എന്ന ആൻസർ കിട്ടും. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റി പോകും. ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം. 101 എന്ന് കിട്ടും.
ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം ഒരു സെക്കൻഡേ, എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ വന്നല്ലോ. ഇല്ല, കുഴപ്പമില്ല. 101 ശരിയാ, പ്രശ്നമില്ല. 101 കിട്ടും. ഓക്കെ, 10th ഡേ തന്നേക്കുന്നത് 56 അല്ലെ? ഓക്കെ, 90 9 into 45 9 into -5 മൈനസ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ 101 ആണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 5 ടൈം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ആദ്യത്തെ 5 ടൈം എങ്ങനെ എഴുതാ? ഫസ്റ്റ് 5 ടൈം എഴുതാൻ വേണ്ടിയിട്ട് 101 അല്ലേ ഫസ്റ്റ് ടൈം? 101 96 91 86 81 ഇങ്ങനെ പോകും. ഓക്കെ, 101 96 81 86 സോറി 91 86 81 ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോവാം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യനുകളും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ആ കപ്പാസിറ്റി നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനോട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് തന്നെ നോക്കുക. വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്ത ശേഷം ഞാൻ ചെയ്യുന്നതായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ തേർഡ് ടൈം ആണ് തന്നേക്കുന്നത് അല്ലെ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്ന ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാം. തേർഡ് ടൈം തന്നേക്കുന്നത് എത്രയാണ്? 15 ആണ്. 8th ടൈം തന്നേക്കുന്നത് എത്രയാണ്? 35 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 13th ടൈം ആണ്. എങ്ങനെയാ 13th ടൈം കണ്ടുപിടിക്കുക? 13th ടൈം ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. നമുക്ക് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? മുമ്പിലുള്ള ടേമിൽ നിന്ന്, അല്ല ഇത് തൊട്ടടുത്തുള്ള ടേം അല്ലല്ലോ, ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. അപ്പൊ 35 അപ്പോഴും മുമ്പിലുള്ള ആളിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ശ്രദ്ധിച്ചോളണം. ഡിവൈഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക, കാരണം തൊട്ടടുത്തുള്ള ടേം അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്ത് 13th ടൈം കാണണം അല്ലെ? കണ്ടുപിടിക്കാലോ. 13th ടൈം കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ തേർഡ് ടൈമും 8th ടൈമും ഉണ്ട്. ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. തേർഡ് ടൈം ഉണ്ടെങ്കിൽ എത്ര ഡി അതിനകത്ത് കൂട്ടിയാൽ മതി? 10 ഡി കൂട്ടിയാൽ മതി, നമുക്ക് 13th ടൈം കിട്ടും. 3ന്റെ കൂടെ 10 കൂട്ടിയാൽ 13, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തേർഡ് ടൈം എത്രയാണ്? 15. 15ന്റെ കൂടെ 10 ഡി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ലേ? 4 ആണ്. അപ്പൊ എന്ത് വരും? 55 എന്ന് വരും. 55 ആണ് ഇവിടുത്തെ 13th ടൈം. അതുപോലെ തന്നെ ഇവിടെ 23rd ടൈമും ചോദിച്ചിട്ടുണ്ട്. 23rd ടൈം കാണാൻ വേണ്ടിയിട്ട് തേർഡ് ടൈമിന്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യണം? 20 ഡി ആഡ് ചെയ്യണം അല്ലെ? 23 കിട്ടാൻ 3യുടെ കൂടെ 23 ആഡ് ചെയ്യുക എന്ന് പറയും പോലെ ആലോചിച്ചാൽ മതി. അപ്പൊ 15 പ്ലസ് 20 ടൈംസ് 4 ആണ്, വിച്ച് വിൽ ഗീവ് 95. ഓക്കെ, ഇങ്ങനെ ഒരു ടേമും കോമൺ ഡിഫറൻസും വെച്ചിട്ട് ഏത് ടേമും നമുക്ക് കണ്ടുപിടിക്കാം. അനദർ എക്സാമ്പിൾ നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിലെ മാർക്ക് നമ്മൾ കളയരുത് കേട്ടോ. അപ്പൊ ഇവിടെ ഫിഫ്ത്ത് ടൈം തന്നേക്കുന്നത് 21 എന്നാണ് അല്ലെ? ഫിഫ്ത്ത് ടൈം തന്നേക്കുന്നത് 21 എന്നാണ്. ഇവിടെ 9th ടൈം തന്നിട്ടുള്ളത് 41 എന്നുമാണ്. നമ്മളോട് ആദ്യം ചോദിച്ചേക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്താണെന്നാണ്. എങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക? ഫിഫ്ത്ത് ടൈം ആദ്യം കോമൺ ഡിഫറൻസ് വേണം അല്ലെ? കോമൺ ഡിഫറൻസ് എന്തായാലും നമുക്ക് വേണം. കോമൺ ഡിഫറൻസ് കാണാൻ തൊട്ടടുത്തുള്ള ടൈം ആണോ? അല്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലെ? ടേമുകൾ തമ്മിൽ കുറയ്ക്കണം. 41 മൈനസ് 21 ഡിവൈഡ് ബൈ അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കണം. 9 മൈനസ് 5 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 4, വിച്ച് വിൽ ഗീവ് 5 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റ് ടൈം കാണാൻ, ഫിഫ്ത്ത് ടൈം അല്ലേ തന്നേക്കുന്നത്? ഫസ്റ്റ് ടൈം കാണാൻ ഫിഫ്ത്തിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? 4 ഡി കുറയ്ക്കണം. അപ്പൊ ഫിഫ്ത്ത് എത്രയാണ് തന്നേക്കുന്നത്? ഫിഫ്ത്ത് തന്നേക്കുന്നത് 21 എന്നാണ്. 4 ഡി കുറച്ചാൽ 4 ഇൻറ്റു 5, അതായത് 21 മൈനസ് 20, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈം നമുക്ക് 1 എന്ന് കിട്ടും. അടുത്തെന്താ ചോദിച്ചേക്കുന്നത്? തേർഡ് ടൈം. തേർഡ് ടൈം കാണാൻ വേറെ ഒന്നുമില്ല. തേർഡ് ടൈം കാണാൻ ഫസ്റ്റിലേക്ക് 2 തവണ ഡി ആഡ് ചെയ്താൽ മതി. 2 ടൈംസ് ഡി ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം 1 അല്ലേ? 2 ഡി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5. 2 ഇൻറ്റു 5 എത്രയാ? 10. തേർഡ് ടൈം എന്തായിരിക്കും? 11. അത് ചുമ്മാ ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ? 1 6 11, 5 കൂടി പോണേ. 1 6 11 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് നോക്കാം. ഇതാണ് അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സീക്വൻസിന്റെ ഫോർത്ത് ടൈം തന്നിട്ടുണ്ട് അല്ലെ? എത്രയാ ഫോർത്ത് ടൈം തന്നേക്കുന്നത്? 61. ഫോർത്ത് ടൈം തന്നേക്കുന്നത് 61 ആണ്. സെവൻത്ത് ടൈം തന്നേക്കുന്നത്
31 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10th ടേമും ഫസ്റ്റ് ടേമും. എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം 10th ടേം കാണാൻ അല്ലെ, 10th ടേം കാണാൻ ആദ്യം കോമൺ ഡിഫറൻസ് വേണമല്ലോ. കോമൺ ഡിഫറൻസ് ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചേക്കാം. എന്തായാലും എല്ലാ മിക്ക ക്വസ്റ്റിലും തന്നെ കോമൺ ഡിഫറൻസ് നമുക്ക് വേണ്ടി വരും അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിലും തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കുറഞ്ഞു പോണ സീക്വൻസാ. നോക്കി, 4ാമത്തെ ടൈം 61, 7ാമത്തെ ടൈമിലേക്ക് വന്നപ്പോൾ 31. അപ്പൊ കോമൺ ഡിഫറൻസ് ഇവിടെ നെഗറ്റീവേ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായിക്കോളാം. ഈവൻ പോസിറ്റീവ് ആണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് മനസ്സിലായിക്കോളണം കേട്ടോ. അപ്പൊ 31 മൈനസ്, ശ്രദ്ധിച്ചോളൂ, 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ, നേരെ കുറയ്ക്കുക, മുമ്പിൽ നിന്ന് പുറകോട്ടാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. 7 മൈനസ് 4. അപ്പൊ എന്ത് വരും? 31 61 കുറച്ച്, 61 31 കുറയ്ക്കുക, 30, എന്നിട്ട് മൈനസ് എടുത്ത് ചെറുതിന്ന് വലുതല്ല കുറയ്ക്കുന്നത്, മൈനസ് 30 ഡിവൈഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസും പ്ലസും ഡിവൈഡ് ചെയ്ത ആൻസർ നെഗറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ സെയിം റൂൾ ആണ് ഡിവിഷനിലും കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ? മൈനസും പ്ലസും ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലേ ഇടുക? അത് തന്നെയാണ് ഇവിടെ -10. അതായത് ഇത് 10 കുറഞ്ഞു പോണ സീക്വൻസ് ആണെന്നാണ് അർത്ഥം. ഇനി ഫസ്റ്റ് ഡേ കിട്ടാൻ എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് ഡേ കിട്ടാൻ 4th അറിയാമെങ്കിൽ എത്ര ഡി കുറയ്ക്കണം? 3 ഡി കുറച്ചാൽ മതി. 4ൽ നിന്ന് 3 കുറച്ചാൽ 1 കിട്ടും പോലെ. ഓക്കെ, അപ്പൊ 4th ടൈം എത്രയാണ്? 61 അല്ലെ. 61 ആണ്. 3 ഡി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു, ശ്രദ്ധിക്കണം, ഒരു മൈനസ് അവിടെ ഉണ്ട്, അതിനെ കളയരുത്. അപ്പൊ എന്ത് വരും? 61. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതുകൂടാണ്ട് ഈ പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താ? നെഗറ്റീവ്. അപ്പൊ -30. 2 മൈനസ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഉള്ള സെയിം റൂൾ ആണ് ഇവിടെ ചെയ്യേണ്ടത്. 2 മൈനസ് വരുമ്പോൾ അതിനെന്താവും? പ്ലസ് ആവും. അപ്പൊ 61 പ്ലസ് 30 വിച്ച് വിൽ ഗീവ് 91. ഫസ്റ്റ് ടൈം എന്തെന്ന് കിട്ടും? ഫസ്റ്റ് ടൈം 91 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു സെഷനിൽ ബാക്കിയുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതിൽ തന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഫിഫ്ത്ത് ടൈം നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10th ടൈം നമുക്ക് ഇവിടെ 5 എന്നും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് 15th ടൈം ആണ്. 15th ടൈം നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടു. ശ്രദ്ധിച്ചോളാം, ഇവിടെ 5th ടൈം 10ഉം 10th ടൈം 5ഉം ആണ്. ഇതും കുറഞ്ഞു പോണ സീക്വൻസ് ആണ് അല്ലെ. കുറഞ്ഞു പോകുന്ന സീക്വൻസ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ടേമുകൾ തമ്മിൽ കുറയ്ക്കണം, എന്നിട്ട് പൊസിഷൻ തമ്മിൽ കുറച്ചിട്ട് നെഗറ്റീവ് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾ ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് കിട്ടിക്കോളും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇത് കുറഞ്ഞു പോണ സീക്വൻസ് ആയതുകൊണ്ട് അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ചെയ്യാം, മുമ്പിലുള്ള ടേമിൽ നിന്ന് വേണം പുറകിലുള്ളത്. അപ്പൊ 10 - 5 ചെയ്യാനായിരിക്കും നമുക്ക് ടെൻഡൻസി. ചെയ്യരുത്, 5 - 10 തന്നെ ചെയ്യണം. ഡിവൈഡ് ബൈ 10 - 5. അപ്പൊ എന്ത് വരും? 5 10 കുറച്ച്, 10 5 കുറച്ചിട്ട് മൈനസ് ഇട്ടാൽ മതി. -5 ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു -1. അപ്പൊ കോമൺ ഡിഫറൻസ് -1 കിട്ടി. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, 15th ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 15th ടൈം കാണാൻ വേണ്ടിയിട്ട് 15th ടൈം കാണാൻ നമുക്ക് തന്നിട്ടുള്ള ടൈം ഏതാണ്? 5th ടൈം അല്ലെ. 5th ടൈം തന്നിട്ടുണ്ട്. അതിലേക്ക് 10 തവണ ഡി ആഡ് ചെയ്യണം. 5th ടൈം എത്രയാണ് തന്നേക്കുന്നത്? 10 അല്ലെ. അപ്പൊ 10ലേക്ക് 10 ടൈംസ് -1 ആണോ ചോദിച്ചിട്ടുള്ളത്? -1 അല്ലെ. 10 ടൈംസ് -1 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? -10 വരും. 10 പ്ലസ് -10 എന്ന് വരും. മൈനസ് പ്ലസ് ഞാൻ പറഞ്ഞു മൈനസ് ആവും. മൾട്ടിപ്ലിക്കേഷന്റെ സെയിം റൂൾ ആണ്, 0 കിട്ടും. അതുപോലെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് 25th ടൈം. 25th ടൈം കാണാൻ വേണ്ടിയിട്ട് 5th ടൈമിലേക്ക് 20 ടൈംസ് ഡി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 5th ടൈം എത്രയാണ്? 10. 20 ടൈംസ് ഡി ആഡ് ചെയ്യുമ്പോൾ 20 ഇൻറ്റു -1. അപ്പൊ എന്ത് വരും? 10 പ്ലസ് 20 ഇൻറ്റു -1 -20 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് -20 എന്നാവും. ശരിയല്ലേ? ഇനി പ്ലസ് മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് ആക്കും. അപ്പൊ 10 - 20 എന്നാവും. എങ്ങനെയാ 10 - 20 നമ്മൾ സിംപ്ലിഫൈ ചെയ്യാ? വലുതിന്ന് ചെറുതിന്ന് വലുത് കുറയ്ക്കണോണ്ട് തന്നെ എന്തായാലും മൈനസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അവിടെ ഒരു മൈനസ് വരും. ഒരു സെക്കൻഡേ.
സോറി. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് -1 ആണ്. ഇവിടെ 20 ഇൻറ്റു -1 -20 ഓക്കെ ആണല്ലോ അല്ലെ? 10 പ്ലസ് -20 ഫിഫ്ത് ടൈം 10 ആണ് തന്നിട്ടുള്ളത്. യെസ്, റൈറ്റ്, നോ പ്രോബ്ലം. 10 - 20 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 10 - 20 എങ്ങനെ ചെയ്യാം? 20 10 കുറയ്ക്കും അല്ലെ? അപ്പൊ 10 വരും, വലുതിന്റെ സൈൻ നമ്മൾ 20 അല്ലേ വലുത്, -10 എന്ന് വരും. അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരിക -10 ആയിരിക്കും. അതായത് 25th ടൈം, ഇത് കുറഞ്ഞു കുറഞ്ഞു പോണ സീക്വൻസ് ആണല്ലോ, കുറഞ്ഞു കുറഞ്ഞ അവസാനം 25th ടൈം ആകുമ്പോഴത്തേക്കും എന്ത് വരും? ആൻസർ എന്ത് വരും? -10 വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടേം ഒരു സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ ഒരു സീക്വൻസിലെ ടേം ആണോ ഒരു നമ്പർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, തൽക്കാലം ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.